എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഡെറിവേഷനാണ് നമ്മൾ നോക്കുന്നത്. പ്രൊജക്റ്റൈൽ മോഷനിൽ നമുക്ക് 3 ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ, മാക്സിമം ഹൈറ്റ്. രണ്ടാമത്തതെന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ്. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പോൾ എല്ലാ ഡെറിവേഷനും പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ആ ഇക്വേഷൻസ് കൂടെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. അപ്പോൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ h = v0² sin സ്ക്വയർ തീറ്റ ബൈ 2g എന്നുള്ളതാണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2v0 sin തീറ്റ ബൈ g. ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ r = v0² sin 2θ ബൈ g. ഈ 3 ഇക്വേഷൻസും കാണാതെ പഠിച്ചു വയ്ക്കുക. h = v0² sin സ്ക്വയർ തീറ്റ ബൈ 2g. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ 2v0 sin തീറ്റ ബൈ g. അടുത്ത റേഞ്ച് എന്ന് വെച്ചാൽ v0² sin 2θ ബൈ g. ഇനി നമുക്ക് ഡെറിവേഷൻ നോക്കാം. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കുന്നതിന് മുന്നേ നമ്മളിവിടെ ഒരു ഫിഗർ വരയ്ക്കണം. അപ്പോൾ ഒരു ബോഡി നമ്മളൊരു ഇനീഷ്യൽ വെലോസിറ്റി കൊടുത്തിട്ട് ത്രോ ചെയ്യുന്നു. അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ പോയിട്ട് കുറച്ച് ദൂരം പോയി താഴെ വീഴുന്നു. അതിനെയാണ് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്. എ ബോഡി പ്രൊജക്റ്റഡ് വിത്ത് സം ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് ഇറ്റ് ഈസ് അലൗഡ് ടു മൂവ് അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. ഇതൊന്നും നിങ്ങൾ എഴുതണ്ട, നിങ്ങളൊരു പടം വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ തീറ്റ ഉണ്ട്, ഒരു വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി v0 എക്സ് ഡയറക്ഷനുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ ഈ വെലോസിറ്റി v0 എന്ന് പറഞ്ഞാൽ എക്സിലുമല്ല വൈയിലുമല്ല. അപ്പം നമുക്ക് 2 കമ്പോണൻസ് ആയിട്ട് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. v0 എക്സ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി നിങ്ങൾ ഫിഗറിൽ മാർക്ക് ചെയ്യാം. ദെൻ y കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി v0 y. ഓക്കെ, ഇതിങ്ങനെ പോകുന്ന വഴിക്കെല്ലാം എവിടെ നോക്കിയാലും വെലോസിറ്റിക്ക് ഇങ്ങനെ 2 കമ്പോണൻസ് കാണും, എക്സും വൈയും. അപ്പം നിങ്ങൾ ഈ ഒരെണ്ണം വരച്ചാൽ മതി. അങ്ങനെ പോയി ഇവിടെ എത്തി മാക്സിമം ഹൈറ്റ്. അപ്പം ഈ ഡിസ്റ്റൻസ് ആണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, അവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ y കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി എന്ത് ചെയ്യുന്നു? 0 ആകുന്നു. v0y എന്ന് പറയുന്നത് 0 ആകും. അപ്പോൾ ആ പോയിന്റ് പ്രത്യേകം ഓർക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് നോക്കാം. എക്സ് കമ്പോണൻ്റ് v0x എന്ന് പറഞ്ഞാൽ v0 cos തീറ്റ ആയിരിക്കും. അതുപോലെ v0y എന്ന് പറയുന്നത് v0 sin തീറ്റ. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. പ്രൊജക്റ്റൈലിന് 2 വെലോസിറ്റി ഉണ്ട്, ഹൊറിസോണ്ടൽ വെലോസിറ്റിയും വെർട്ടിക്കൽ വെലോസിറ്റിയും. ഹൊറിസോണ്ടൽ വെലോസിറ്റി v0 cos തീറ്റ, വെർട്ടിക്കൽ വെലോസിറ്റി v0 sin തീറ്റ. ഈ v0 cos തീറ്റയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, അതിനൊരു മാറ്റവും സംഭവിക്കത്തില്ല. ഇറ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദി മോഷൻ. തുടങ്ങുന്ന സ്ഥലം തൊട്ട് അവസാനം വരെയും ഇത് v0 cos തീറ്റ ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ഒരേ വെലോസിറ്റിയിൽ പോകുന്ന ഒരു മോഷനാണ്. അപ്പം ഹൊറിസോണ്ടൽ എക്സ് ഡയറക്ഷനിലെ ഹൊറിസോണ്ടൽ മോഷൻ ഒരു യൂണിഫോം മോഷനാണ് അല്ലേ, ഒരേ വെലോസിറ്റിയിൽ പോകുന്ന യൂണിഫോം മോഷനാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. വെർട്ടിക്കൽ മോഷൻ, അതായത് അപ്പ് ആൻഡ് ഡൗൺ മോഷൻ. വെർട്ടിക്കൽ മോഷൻ എടുക്കുമ്പോൾ ഗ്രാവിറ്റി അതിനെ താഴോട്ട് പുള്ളി ചെയ്യുന്നുണ്ട് അല്ലേ, ഗ്രാവിറ്റി താഴോട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വെലോസിറ്റി ഗ്രാവിറ്റി താഴോട്ട് പുള്ളി ചെയ്യുന്നതുകൊണ്ട് വെലോസിറ്റി കുറഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ വെലോസിറ്റി 0 ആയി അല്ലേ. അപ്പോൾ മാക്സിമം ഹൈറ്റ് അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് 0 ആവും. ഇതൊക്കെ ഓർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഡെറിവേഷൻ എഴുതുമ്പം പടം മാത്രം വരച്ചാൽ മതി. അതായത് v0y എന്ന് പറഞ്ഞാൽ v0 sin തീറ്റ എന്ന് പറഞ്ഞ വെലോസിറ്റി 0 ആയി. പക്ഷേ ഇവിടെ ആരുണ്ട്? v0x അവിടെ തന്നെ കാണും, അതായത് v0 cos തീറ്റ എന്ന് പറയുന്നത് അവിടെ കാണും. അപ്പം നിങ്ങൾ ഫിഗറിൽ ഇത് മാർക്ക് ചെയ്യാം. ഇനി മാർക്ക് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് എർത്തിലൂടെ പോയിട്ട് കുറച്ച് ദൂരെയാണ് പോയി വീണത് അല്ലേ. ഈ ഡിസ്റ്റൻസ് എർത്തിലൂടെ മാക്സിമം എത്ര ഡിസ്റ്റൻസ് പോയി, ഇതാണ് മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത്. മാക്സിമം റേഞ്ച് അല്ല, ഹൊറിസോണ്ടൽ റേഞ്ച്. അപ്പം നമ്മൾ ഈ കണ്ടുപിടിക്കുന്നത് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ ഇക്വേഷൻ, പിന്നെ ഇത്രയും ഫ്ലൈറ്റിൽ ഇങ്ങനെ പോയി ഇവിടെ വീഴാനെടുത്ത ടൈം, ഇത് 3 ഡിറൈവ് ചെയ്യേണ്ട. അപ്പോൾ എല്ലാവരും ഈ പടം വരയ്ക്കുക. പടം വരയ്ക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ വരയ്ക്കുക, ഹൈറ്റ് മാർക്ക് ചെയ്യുക, റേഞ്ച് മാർക്ക് ചെയ്യുക, പിന്നെ ഇവിടെ ഒരു വെലോസിറ്റി v0, അതിന് 2 കമ്പോണൻസ് കാണിക്കുക. അതിനുശേഷം നിങ്ങൾ താഴെ ഇത്ര എഴുതണം: v0x ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് v0 cos തീറ്റ.
വെർട്ടിക്കൽ കമ്പോണൻറ്റ് V0 സൈൻ തീറ്റ. ഇത് നമ്മൾ ഓർക്കാൻ വേണ്ടിയാണ്. ഈ കമ്പോണൻറ്റ് ത്രൂ ഔട്ട് ദ മോഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഒന്നാമത്തെ ഡെറിവേഷൻ, ഈ പടം നിങ്ങൾ വരച്ചിട്ട് വേണം ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. വേറെ എന്താണ് ഇൻട്രൊഡക്ഷനായിട്ട് പാരഗ്രാഫ് പോലെ ഒന്നും എഴുതേണ്ട കാര്യമില്ല. ഇനി നമ്മൾ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നു. മാക്സിമം ഹൈറ്റ് നോക്ക്, വെർട്ടിക്കൽ ഡയറക്ഷനിലാണ് മാക്സിമം ഹൈറ്റ് അല്ലേ. അപ്പോൾ ഒരു പ്രൊജക്റ്റൈൽ മോഷനിൽ 2 ടൈപ്പ് മൂവ്മെൻ്റ് ഉണ്ട്. വെർട്ടിക്കൽ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റും ഉണ്ട്, ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റും ഉണ്ട്. മാക്സിമം ഹൈറ്റ് എന്ന് എഴുതുമ്പോൾ നിങ്ങൾ ഓർക്കുക, കൺസിഡർ വെർട്ടിക്കൽ മോഷൻ. ഈ ഒരൊറ്റ വാക്ക് മാത്രം ഓർത്ത് വയ്ക്കുക, കൺസിഡർ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്തു. ബോഡി മാക്സിമം ഹൈറ്റിലെത്തി. അപ്പോൾ തുടങ്ങിയ വെലോസിറ്റി എന്തായിരുന്നു? V0 വെർട്ടിക്കൽ വെലോസിറ്റി, y വെലോസിറ്റി മാത്രമേ എടുക്കാവുള്ളൂ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്തുകൊണ്ട്. തുടങ്ങിയ വെലോസിറ്റി V0 സൈൻ തീറ്റ. ഇവിടെ എത്തിയപ്പോൾ നോക്ക്, ആ y കമ്പോണൻറ്റ് 0 ആയി. സോ വെർട്ടിക്കൽ മോഷൻ എടുത്തപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി u എന്ന് ഞാൻ എടുത്തു, അത് V0 സൈൻ തീറ്റ ആയിരുന്നു. ഇനി ഹയസ്റ്റ് പോയിന്റ് മാക്സിമം ഹൈറ്റിലെത്തി, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി 0 ആയി. ആ സമയത്ത് ഇതിന് വെർട്ടിക്കൽ ഡയറക്ഷനിലുണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് h. അപ്പോൾ S = h. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇത് മൂന്നുമായിട്ട് റിലേറ്റ് ചെയ്ത ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. v² - u² = 2as എന്നല്ലേ. അപ്പോൾ ആ ഇക്വേഷനിലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. v² V0 സൈൻ തീറ്റയാണ് u, അതിൻ്റെ സ്ക്വയർ = 2 × a എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, g എന്ന് കൊടുക്കുക. g × ഡിസ്പ്ലേസ്മെൻറ്റ് s എന്ന് പറയുന്നത് h കൊടുക്കുക. ബോഡി മുകളിലേക്കാണ് പോയത്, ആക്സിലറേഷൻ താഴോട്ടാണ്, അപ്പോൾ ജിക്ക് നെഗറ്റീവ് സൈൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ മാക്സിമം ഹൈറ്റിൻ്റെ എഴുതുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യണം, ഇനിഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് യൂസ്. അപ്പോൾ അത് മൂന്നും റിലേറ്റ് ചെയ്ത് ഈ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. Then 0² - V0 sin theta the whole square = -2gh. ഈ മൈനസ് വന്നത് ജിയുടെ നെഗറ്റീവാണ്. അപ്പോൾ ഇനി നോക്കാം, ഇവിടെ എന്ത് വരുന്നു? -V0² sin സ്ക്വയർ തീറ്റ സ്ക്വയർ = -2gh. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് h ആണ് അല്ലേ. മൈനസ് രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ആവുന്നു. സോ h = V0² sin സ്ക്വയർ തീറ്റ ബൈ 2g. അപ്പം നമുക്ക് എച്ചിൻ്റെ ഇക്വേഷൻ കിട്ടിയല്ലേ, ഇതല്ലേ നമ്മൾ ആദ്യം കണ്ട എച്ചിൻ്റെ ഇക്വേഷൻ. h = V0² sin സ്ക്വയർ തീറ്റ ബൈ 2g. ഈ ഡെറിവേഷൻ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യുന്നു എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. ഇതിനും വെർട്ടിക്കൽ മോഷനാണ് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കൺസിഡർ വെർട്ടിക്കൽ മോഷൻ എന്ന്. എന്നിട്ട് ഇവിടെ നോക്കുക, നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ പ്രൊജക്റ്റിൽ ഇവിടെ പോയി താഴെ വീഴാനെടുത്ത ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. അപ്പോൾ അതേ സമയം കൊണ്ട് ഈ ബോഡി നോക്ക്, വെർട്ടിക്കൽ ഡയറക്ഷൻ അപ്പ് ആൻഡ് ഡൗൺ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് ബോഡി താഴേക്ക് തിരിച്ചെത്തിയല്ലേ. അപ്പോൾ ഇതേ ഗ്രൗണ്ട് ലെവലിൽ തന്നെ തിരിച്ചെത്തി. നമ്മളൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ എറിഞ്ഞ അതേ ഹൈറ്റിൽ തന്നെ അത് തിരിച്ചെത്തുന്നു. അപ്പോൾ അതുകൊണ്ട് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് മൊത്തം കഴിയുമ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. ഹൊറിസോണ്ടലായിട്ട് 6 ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് അല്ലേ, പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ ഡയറക്ഷനിൽ അതിന് ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല. അപ്പോൾ ഇതിങ്ങനെ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരുന്ന പ്രൊജക്റ്റിൽ എയറിൽ എത്ര ടൈം ഉണ്ടായിരുന്നു തിരിച്ചിവിടെ വീണു, ഇതിനെടുത്ത ടോട്ടൽ ടൈമാണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ഈ സമയത്ത് ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, കാരണം സ്റ്റാർട്ട് ചെയ്ത അതേ ഹൈറ്റിൽ തന്നെ തിരിച്ചെത്തി. ഹൈറ്റ് ഇല്ലല്ലോ, കുറച്ച് മുകളിലേക്ക് പോയിട്ട് മുകളിൽ തങ്ങി നിന്നില്ല. സോ ടൈം ഓഫ് ഫ്ലൈറ്റിൽ വെർട്ടിക്കൽ മോഷനാണ് എടുക്കേണ്ടത്. വെർട്ടിക്കൽ മോഷൻ എടുത്തപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് S 0 ആണ്. ഇതാണ് ആദ്യം ഓർക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റ് S = 0. സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് V0 സൈൻ തീറ്റ ആയിരുന്നു അല്ലേ. നമ്മൾ V0y എന്ന് എഴുതിയില്ലേ, V0y = V0 സൈൻ തീറ്റ. ഓക്കെ, ഇനി എടുത്ത ടൈം എത്രയാണ്? ടൈം ടേക്കൺ എന്ന് വെച്ചാൽ ക്യാപിറ്റൽ T ടൈം കൊണ്ടാണ് ഇതിങ്ങനെ വന്ന് വീണത്, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയത്. അപ്പം നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും എസും ടിയും ഇത് മൂന്നും ചേർന്ന റിലേഷൻഷിപ്പ് S = നിങ്ങൾ പഠിച്ചിട്ടുണ്ട് V0t അല്ലെങ്കിൽ ut + ½ AT² ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലേ. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, സിമ്പിളാണ്. S 0 ആണ് അല്ലേ, 0, കാരണം വെർട്ടിക്കൽ മോഷൻ, ഈ മോഷൻ കംപ്ലീറ്റ് ആയപ്പോൾ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0.
ഇനി യുവിന് പകരം V0 സൈൻ തീറ്റ ഇൻറ്റു ടി, ക്യാപിറ്റൽ ടി. ഇനി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, എ മൈനസ് ജി ആണ്, അതുകൊണ്ട് നമുക്ക് ആദ്യമേ മൈനസ് കൊടുക്കാം. മൈനസ് ഹാഫ് എക്ക് പകരം ജി, വീണ്ടും ക്യാപിറ്റൽ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ മനസ്സിലായല്ലോ. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ എസിന് 0 കൊടുത്തു, യുവിൻ്റെ വാല്യൂ കൊടുത്തു, ക്യാപിറ്റൽ ടി, ടിക്ക് പകരം കൊടുത്തു, എ മൈനസ് ടി. ഇനി ഈ നെഗറ്റീവ് ടേം നമുക്ക് റൈറ്റിലേക്ക് കൊണ്ടുവരാം, ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ പ്ലസ് ആവും ഹാഫ് ജി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു V0 സൈൻ തീറ്റ ഇൻറ്റു ടി. ടി സ്ക്വയറും ടിയും ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ടി ഈക്വൽ ടു ഈ 2 റൈറ്റിലേക്ക് പോകുന്നു, 2V0 സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടുന്നു. ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ കണ്ടോ, 2V0 സൈൻ തീറ്റ ബൈ ജി. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനും വെർട്ടിക്കൽ ഡയറക്ഷനിലെ മോഷൻ എടുക്കുക വളരെ സിമ്പിളാണ്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോമുലയാണ് ഉപയോഗിക്കേണ്ടത്. ടോട്ടൽ ആ മോഷൻ കഴിയാനെടുക്കുന്ന ടൈമാണ് ക്യാപിറ്റൽ ടി. ആ സമയത്ത് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0. ഓക്കെ, അടുത്ത് നോക്കാം ഹൊറിസോണ്ടൽ റേഞ്ച് ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതൊരു ഹൊറിസോണ്ടൽ മോഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റൈലിൻ്റെ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഇങ്ങനെയാണ് പ്രൊജക്റ്റൈൽ പോയത്, അല്ലെ പാരാബോളിക് പാത്താണ്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ റേഞ്ച് ഇതായിരുന്നു. ഫിഗർ ആദ്യം നമ്മൾ വരച്ചത് തന്നെ വരയ്ക്കണം, ഞാനിവിടെ റഫായിട്ട് കാണിച്ചതാണ്. ഹൊറിസോണ്ടൽ മോഷൻ കൺസിഡർ ചെയ്തപ്പോൾ ആദ്യമേ നമ്മൾ കണ്ടു V0 എക്സ് എന്ന് പറഞ്ഞത് V0 കോസ് തീറ്റയാണ് അല്ലേ. ഈ കമ്പോണൻറ്റ് വെലോസിറ്റിയുടെ ഈ കമ്പോണൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ഇതൊരു യൂണിഫോം മോഷനാണ്, യൂണിഫോമിലി ആക്സിലറേറ്റഡ് മോഷനല്ല, യൂണിഫോം മോഷനാണ്. യൂണിഫോം മോഷനിൽ നമുക്ക് ആകെ ഉപയോഗിക്കാൻ പറ്റുന്നത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നുള്ള ഫോർമുല മാത്രം യൂസ് ചെയ്താൽ മതി. സോ നമുക്കിവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ബോഡിക്കുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻറ്റു ടൈം. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിന് നമുക്ക് 6 എന്ന് കൊടുക്കാം. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഈക്വൽ ടു ഹൊറിസോണ്ടൽ വെലോസിറ്റി V0 കോസ് തീറ്റയാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ എന്ന് വെച്ചാൽ ടൈം ഓഫ് ഫ്ലൈറ്റ്. ആ എത്ര ടൈം കഴിഞ്ഞാണോ അത് താഴെ വന്ന് വീണത് അതിനെയാണ് നമ്മൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുക. സോ R ഈക്വൽ ടു V0 കോസ് തീറ്റ വെലോസിറ്റി ഇൻറ്റു ടൈം. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു V0 കോസ് തീറ്റ ഇൻറ്റു 2V0 സൈൻ തീറ്റ ബൈ ജി ആയിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഇവിടെ കൊടുത്തു. ടൈം ഓഫ് ഫ്ലൈറ്റിന് പകരം 2V0 സൈൻ തീറ്റ ബൈ ജി എന്ന് കൊടുത്തു. സോ V0യും കൂടെ V0 സ്ക്വയർ നമുക്ക് 2 കോസ് തീറ്റ സൈൻ തീറ്റ ബൈ ജി. ഇത് റേഞ്ചിൻ്റെ ഇക്വേഷനാണ്. ഇനി വേണമെങ്കിൽ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദിസ് വിൽ ബി ഈക്വൽ ടു V0 സ്ക്വയർ ഇൻറ്റു 2 കോസ് തീറ്റ സൈൻ തീറ്റ, അല്ലെങ്കിൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റയാണ്. സോ വി ക്യാൻ റൈറ്റ് V0 സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. റേഞ്ചിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? V0 സ്ക്വയർ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി എന്ന് റേഞ്ചിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇവിടെ വളരെ സിമ്പിളാണ്. ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടി ഹൊറിസോണ്ടൽ മോഷനാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത് മാക്സിമം റേഞ്ചിൻ്റെ ഇക്വേഷൻ നിങ്ങളിപ്പോൾ കണ്ടു. V0 സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി. ഇതിൽ ഈ റേഞ്ച് മാക്സിമം മാക്സിമം ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സൈൻ 2 തീറ്റ 1 ആകുമ്പോഴാണ് മാക്സിമം ആവുന്നത്. അപ്പോൾ നമുക്ക് V0 സ്ക്വയർ ബൈ ജി ആണ് മാക്സിമം റേഞ്ച്. ഇത് ഡെറിവേഷനിൽ എഴുതാനല്ല, അതിൻ്റെ സബ് പാർട്ടായിട്ട് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം. മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് V0 സ്ക്വയർ ബൈ ജി, ഹൊറിസോണ്ടൽ റേഞ്ചിൻ്റെ മാക്സിമം വാല്യൂ വെൻ സൈൻ 2 തീറ്റ ഈക്വൽ ടു 1. സൈൻ 2 തീറ്റ 1 ആകണമെങ്കിൽ 2 തീറ്റ ഈക്വൽ ടു 90, ദാറ്റ് ഈസ് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ നമ്മളൊരു ബോഡി ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമം ഡിസ്റ്റൻസിൽ ചെന്ന് വീഴണമെങ്കിൽ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ 45 ഡിഗ്രി ആയിരിക്കണം. മാക്സിമം റേഞ്ച് കിട്ടാനുള്ള ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എക്സാമിന് ചോദിക്കാം, ദാറ്റ് ഈസ് 45 ഡിഗ്രി. 45 ഡിഗ്രിയിൽ എറിഞ്ഞാൽ മാക്സിമം റേഞ്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഓർത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട പ്രധാന പോയിൻറ്റ്സ് മനസ്സിലായല്ലോ. റേഞ്ച് എന്ന് പറഞ്ഞാലും അറിയാലോ, എർത്തിലൂടെയുള്ള ഡിസ്റ്റൻസാണ്.
അതുപോലെ തന്നെ വേറൊരു പോയിന്റും കൂടെ ഉണ്ട്, ചിലപ്പോൾ ഡെറിവേഷൻ കഴിഞ്ഞ് അടുത്ത പാർട്ടായിട്ട് ചോദിക്കാം. നമുക്ക് നോക്ക്, 2 ആംഗിളിൽ പ്രൊജക്റ്റ് ചെയ്തു, കണ്ട തീറ്റയും വേറൊരു ആംഗിളിലും പ്രൊജക്റ്റ് ചെയ്തു, പക്ഷെ ഒരേ പോയിന്റിലാണ് വന്ന് വീണത്. റേഞ്ച് സെയിം ആണ്. റേഞ്ച് സെയിം വരാനുള്ള 2 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, ഒന്ന് തീറ്റ ആണെങ്കിൽ അടുത്തത് 90 മൈനസ് തീറ്റ ആയിരിക്കും. അതായത് ഒന്ന് 30 ആണെങ്കിൽ അടുത്തത് 90 മൈനസ് 30, ദാറ്റ് ഈസ് 60 ആയിരിക്കും. അപ്പോൾ ഈ രീതിയിലും ചിലപ്പം ചെറിയ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്കറിയാലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു A പാർട്ട് കാണും, B പാർട്ട് കാണും, C പാർട്ട് കാണും. എയും ബിയും ഡെറിവേഷൻ കഴിഞ്ഞ് സിയിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം. ഒരേ റേഞ്ച് കിട്ടാനുള്ള 2 ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് ഒന്ന് തീറ്റയും അടുത്തത് 90 മൈനസ് തീറ്റയായിരിക്കും. സോ പ്രൊജക്റ്റൈലിൽ നിങ്ങൾ ഒരു പോയിന്റും കൂടെ നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യാണ്. 2 വെലോസിറ്റി ഉണ്ട് പ്രൊജക്റ്റൈൽ മോഷനിൽ. അതിൽ ഹൊറിസോണ്ടൽ വെലോസിറ്റി ദാറ്റ് ഈസ് V0 കോസ് തീറ്റ എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ദ മോഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് ദ മോഷൻ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്ന വെലോസിറ്റി ഏതാണ്? V0 കോസ് തീറ്റ. പിന്നെ ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു വെലോസിറ്റി 0 ആവുന്നു. അതേതാണ്? വെർട്ടിക്കൽ വെലോസിറ്റി V0 സൈൻ തീറ്റ എന്ന് പറയുന്നത് 0 ആവുന്നു. V0y എന്ന് പറയുന്നത് 0 ആവുന്നു. അവിടെയും പക്ഷേ എന്തുണ്ട്? ഹയസ്റ്റ് പോയിന്റിൽ ബോഡിക്ക് V0 കോസ് തീറ്റ എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ട്. y കമ്പോണൻറ്റ് 0 ആവും. അപ്പോൾ ഹയസ്റ്റ് പോയിന്റിൽ എത്ര വെലോസിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ x കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി ഉണ്ട്, V0 കോസ് തീറ്റ. y കമ്പോണൻറ്റ് ഓഫ് വെലോസിറ്റി 0 ആവുന്നു. ഇനി ഹയസ്റ്റ് പോയിന്റിലെ ആക്സിലറേഷൻ ചോദിച്ചാൽ g തന്നെയാണ്. ആക്സിലറേഷൻ A=g. ഇത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റിയും ആക്സിലറേഷനും എഴുതാൻ. പ്രൊജക്റ്റിൽ ഹയസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ ആക്സിലറേഷൻ g തന്നെയായിരിക്കും. വെലോസിറ്റി V0 കോസ് തീറ്റ മാത്രമേ കാണത്തുള്ളൂ. V0 സൈൻ തീറ്റ 0 ആവുന്നു. ഇത്രയാണ് പ്രൊജക്റ്റൈലിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. എല്ലാവരും നന്നായി പഠിക്കുക.